ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരിക്കാനാണെങ്കിലേ എന്തിനാ പുസ്തകം തുറന്ന് മുന്നിൽ വെച്ചിരിക്കുന്നെ? ഞാൻ സ്വപ്നം കാണുന്നായിരുന്നില്ല. ഞാനേ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് ചിന്തിക്കായിരുന്നു. പരീക്ഷ എഴുതാൻ പോകുമ്പോഴേ ഉത്തരം എന്താന്ന് ചിന്തിക്കാൻ ഇത്രയും സമയം കിട്ടുമോ? ഇങ്ങനെ പഠിക്കുന്നാലും ഭേദം മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നല്ലേ? എങ്ങനെങ്കിലും ഇത്തവണ ടെസ്റ്റ് പാസ്സാവണം. ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നോ? ഇങ്ങനെയാ പഠിക്കുന്നെങ്കിൽ അഭിമാനം കപ്പല് കയറും. വക്കീലിന് ഇപ്പൊ അത്യാവശ്യം കേസുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ മജിസ്ട്രേറ്റ് ആവണമെന്നുള്ള വാശി? ഞാനേ കാശിന് വേണ്ടിയിട്ടല്ല മജിസ്ട്രേറ്റ് ആവണമെന്ന് പറയുന്നത്. എനിക്കിത് സാധിക്കില്ലെന്ന് ചുറ്റുമുള്ള കുറെ എണ്ണം പറയുന്നുണ്ട്. അത് ശരിയല്ലെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം. വക്കീലിന് എത്ര പ്രായമായി? ഇനിയും ബാക്കിയുള്ളവരെ ഓരോന്ന് ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കഴിവില് സ്വയം ഒരു വിശ്വാസം ഉണ്ടായ പോരെ. നമുക്കാണെങ്കി ഇപ്പൊ സ്വന്തമായിട്ടൊരു വീടുമായി സെറ്റിലായി കഴിഞ്ഞിട്ടും നടക്കാത്തൊരു ആഗ്രഹത്തിന്റെ പുറകെ വെറുതെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോ അതാണ് തന്നെ ഉദ്ദേശമല്ലേ? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും തനിക്ക് ഫസ്റ്റ് നൈറ്റ് നടത്തണമായിരിക്കും അല്ലേ? ആ വേലയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. ഈ മുഖത്തിന് ഒരു തീരുമാനം എടുത്താൽ അത് നടത്തിയിരിക്കും. ഞാനെന്തായാലും മജിസ്ട്രേറ്റ് ആവും. അതേത് നൂറ്റാണ്ടിൽ നടക്കുമെന്ന് എനിക്ക് സംശയമുള്ളൂ.